ഹലോ എവരിവൺ, ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന സബ്ജക്റ്റിലെ യൂണിറ്റ് 7 എനർജി റിസോഴ്സസ് എന്നുള്ള ഈ ഒരു ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് എനർജി റിസോഴ്സസ്? മുമ്പ് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിലൊക്കെ പലതരത്തിലുള്ള ഫോറസ്റ്റ് റിസോഴ്സസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫോറസ്റ്റ് റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഫോറസ്റ്റിലുള്ള പലതരത്തിലുള്ള റിസോഴ്സസ്, അതവിടെയുള്ള ഓരോ ഇപ്പോൾ തടിയിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ പലതരത്തിലുള്ള മെഡിസിനൽ പ്ലാന്റ്സ്, ഇതെല്ലാം ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന റിസോഴ്സുകളാണ് അല്ലേ, വിലപിടിപ്പുള്ള സാധനങ്ങളാണ്. അതുപോലെ എനർജി എടുത്താലും എനർജിയിലും ലോട്ട്സ് ഓഫ് റിസോഴ്സസ് ഉണ്ട്. അതായത് എന്തൊക്കെ തരത്തിലുള്ള എനർജി ഉണ്ട്, ഏതൊക്കെ തരത്തിലാണ് അത് ക്രിയേറ്റ് ആവുന്നത്, മനുഷ്യൻ എങ്ങനെയൊക്കെയാണോ അത് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ 7 എനർജി റിസോഴ്സസിൽ പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതില് കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യനേ ഉള്ളൂ. നമുക്ക് ഫുള്ള് കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ യൂണിറ്റുകൾ വെച്ച് നോക്കിയാൽ ഒരു 10 വൺ വേർഡ് ക്വസ്റ്റ്യനൊക്കെ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. സോ ജസ്റ്റ് തിയറി ഒന്ന് കേട്ടിരിക്കുക. വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ പറയാം, അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പോയാൽ മതി കേട്ടോ. അതിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് economic growth is reflected in terms of demand for energy from various consumers. India has about 16% of world's population, but consumes just about 3% of the total energy produced in the world, and still very large section of population directly depends upon the wood. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ നമ്മുടെ വേൾഡിലെ പോപ്പുലേഷൻ, ലോകത്തിലെ പോപ്പുലേഷൻ എടുത്താൽ ആ പോപ്പുലേഷനിൽ 16% ഇന്ത്യക്കാരാണ്. ഇന്ത്യയിൽ നിന്നുള്ള പോപ്പുലേഷനാണ് വേൾഡ് പോപ്പുലേഷനിൽ 16%. അപ്പം അത്രത്തോളം ജനസംഖ്യ ഇന്ത്യയിലുണ്ട്. പക്ഷേ വെറും 3% എനർജി മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് ക്രിയേറ്റ് ആവുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 16% ആൾക്കാർ ലോകത്തിൽ ആ ഒരു പോപ്പുലേഷൻ എടുത്താണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ അത്രയും പോപ്പുലേഷൻ ഉള്ളപ്പോൾ തന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാനായിട്ട് ആ ഒരു 10% അടുപ്പിച്ചെങ്കിലും എനർജി ഇന്ത്യ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷെ 3% മാത്രമേ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എനർജിയുടെ എണ്ണം ലഭ്യത കുറവായതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും വുഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് പറയുന്നത്. വുഡ് മാത്രമല്ല, പലതരത്തിലുള്ള നാച്ചുറൽ റിസോഴ്സസുകളും ആളുകൾ ഡയറക്റ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കരുതുന്നുണ്ടാവാം, എന്താണ് ഈ എനർജി? എനർജി, പലതരത്തിലുള്ള എനർജീസ് നമ്മൾ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ മനുഷ്യർ യൂസ് ചെയ്യുന്ന ഒരു എനർജിയാണ് സോളാർ എനർജി. പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നതാണ് സോളാർ എനർജി. മനുഷ്യർ അതുപോലെ ഇലക്ട്രിസിറ്റി ഒരു എനർജിയാണ്. ഹീറ്റ് എനർജി, ഇതെല്ലാം മനുഷ്യർ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള എനർജികളാണ്. ഓക്കെ, അപ്പൊ ഇത് ആക്ച്വലി പോപ്പുലേഷൻ കൂടുന്ന അനുസരിച്ച് ആ ഒരു രാജ്യം എനർജി ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ ഇലക്ട്രിസിറ്റി ഇത് എന്താണ്, നമ്മളുടെ കൺട്രിയും സ്റ്റേറ്റ് വൈസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇലക്ട്രിസിറ്റി. അപ്പൊ ഏറ്റവും അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഓഫ് എനർജി ഇലക്ട്രിസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് കേരളത്തിലെ ഇടുക്കിയിൽ നിന്നാണ്. കാരണം ഇടുക്കിയിൽ പലതരത്തിലുള്ള വാട്ടർ റിസർവേഴ്സ് ഉണ്ട്, ഡാമുകളൊക്കെ ശരിക്കും ഉണ്ട്. സോ അവിടെ നിന്ന് ശരിക്കും ഇലക്ട്രിസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാ ഫീൽഡിലും ഇന്ത്യ ഇലക്ട്രിസിറ്റി ക്രിയേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പോപ്പുലേഷനിലെ എല്ലാ ആൾക്കാർക്കും അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ എനർജി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ പഠിച്ചതിൽ നമുക്ക് 2 വൺ വേർഡ് ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. എന്താണ്? വേൾഡ് പോപ്പുലേഷൻ എടുത്താൽ ഇന്ത്യയുടെ പോപ്പുലേഷൻ എത്രയാണ്? 16% വേൾഡ് പോപ്പുലേഷൻ എടുത്താൽ ഇന്ത്യൻ പോപ്പുലേഷൻ. ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി എത്ര ശതമാനമാണ്? 3% മാത്രമാണ് ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി. സോ ഇത് രണ്ടും അറിഞ്ഞിരിക്കുക കേട്ടോ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒന്നിൽ നിന്ന് വേറെ ഒന്നിലോട്ട് കൺവെർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള എനർജികളെയാണ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജീസ് എന്ന് പറയുന്നത്. അവിടെ നമുക്കൊരു 5-6 സോഴ്സ് ഓഫ് എനർജി പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ബയോമാസ് എനർജിയാണ്. Biomass energy is renewable and it's produced by living, non-living organisms from plant resources, animal waste, wastes from human activity, household waste, wood, etc. അപ്പോൾ ഈ ഒരു ബയോമാസ് എനർജി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ചധികം ക്വാണ്ടിറ്റി വരുന്ന വസ്തുക്കളാണ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബയോമാസ് എനർജി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ,
നോൺ ലിവിങ് ഓർഗാനിസം അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസം ഇതിൽ നിന്ന് വരുന്ന വേസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ തന്നെ വേസ്റ്റ്, അതായത് ഈ ജന്തുക്കളൊക്കെ ചത്തുപോയി ഉണ്ടാവുന്ന, അനിമൽസ് ഒക്കെ ചത്തുപോയി ഉണ്ടാവുന്ന വേസ്റ്റുകൾ, അല്ലെങ്കിൽ അനിമൽസ് വേസ്റ്റ്, പിന്നെ പ്ലാന്റ്സ് ഒക്കെ ജീർണിച്ചു പോകുന്ന വേസ്റ്റ്, പിന്നെ തടി, ഇങ്ങനെ നാച്ചുറലിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഓർഗാനിസംസും വേസ്റ്റുകളിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു എനർജീനെയാണ് ബയോമാസ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, it is considered to be the most important fuel worldwide after coal, natural gas. ഈ ബയോമാസ് എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് തീ കത്തിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഗ്യാസ് ഒക്കെ അതിൽ ഇൻക്ലൂഡ് ആകും കേട്ടോ. സോ അതാണ് ഫസ്റ്റ് വണ്. അപ്പൊ നിങ്ങൾ കരുതുന്നുണ്ടാവും ഈ ഒരു വേസ്റ്റിൽ നിന്ന് എങ്ങനെയാണ് എനർജി കൺവേർട്ട് ആവുന്നതെന്ന്. Biomass is burned to create heat and converted into electricity or processed into biofuel. അതായത് ഈ ഒരു ബയോമാസ്, ഈ ഒരു അനിമൽസ് വേസ്റ്റും പ്ലാന്റ്സ് വേസ്റ്റും ഇതെല്ലാം ഹീറ്റ് ചെയ്തിട്ട് ഇറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിസിറ്റി ഓർ ബയോഫ്യൂവൽ. വാതകമായിട്ടോ അല്ലെങ്കിൽ ഇന്ധനമായിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയിലേക്കോ ഈ ഒരു വേസ്റ്റ് ഹീറ്റ് ചെയ്ത് അത് ചൂടാക്കി ഒരു എനർജിയാക്കി മാറ്റും. ഇതാണ് ബയോമാസ് എനർജി. നമുക്ക് രണ്ടാമത് പഠിക്കാനുള്ള സോഴ്സ് ഓഫ് എനർജി, നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ബയോമാസ് ഗ്യാസിഫയർ ആണ്. പേര് കേട്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ, ഗ്യാസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ സംഭവമാണ്. ബയോമാസ് ഗ്യാസിഫയർ ഈസ് എ ടെക്നോളജി യൂസ്ഡ് ഇൻ ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി ബൈ കൺവേർട്ടിംഗ് solid biomass into gas. About 1/2 kilogram dry plant tissues can produce 1890 kilocalorie heat, which is equal to the heat provided by about 250 gram of coal. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ ഇലകൾ, ഇങ്ങനെയുള്ള പ്ലാന്റ്സിന്റെ വേസ്റ്റ് ഇതിൽ നിന്നൊക്കെ കത്തിച്ച് അത് കത്തി എന്താവും, ഇലക്ട്രിസിറ്റി ആക്കാം, അല്ലെങ്കിൽ ഫ്യൂവലാക്കി മാറ്റും. അപ്പോൾ ഈ ഒരു ബയോ മാസിൽ നിന്ന് അതിനെ ഫ്യൂവലാക്കി അല്ലെങ്കിൽ ഗ്യാസ് ആക്കി മാറ്റുന്നതിനെയാണ് ബയോമാസ് ഗ്യാസിഫയർ എന്ന് പറയുന്നത്. അടുത്ത സോഴ്സ് ഓഫ് എനർജി സോളാർ എനർജിയാണ്. സോളാർ എനർജി എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. വേൾഡിന് തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി അല്ലെങ്കിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള എനർജി ഏതാണ്? സോളാർ എനർജിയാണ്. എന്തുകൊണ്ടാണ് സോളാർ എനർജി ആവുന്നത്? സോളാർ എനർജി എന്താണ്? സൂര്യനെയാണ് സോളാർ എനർജി എന്ന് പറയുന്നത് കേട്ടോ. സൂര്യനിൽ നിന്ന് ക്രിയേറ്റ് ആവുന്ന ആ എനർജീനെയാണ് സോളാർ എനർജി എന്ന് പറയുന്നത്. സൂര്യനിൽ നിന്ന് എങ്ങനെയാണ് എനർജി ക്രിയേറ്റ് ആവുന്നത്? സോളാർ പ്ലാന്റ് ഒക്കെ വഴിയാണ്. സോളാർ പ്ലാന്റ് വഴി മാത്രമല്ല, ഇപ്പൊ പ്ലാന്റ്സ് എടുത്താൽ പ്ലാന്റ്സിന് ഈ സൺലൈറ്റ് കിട്ടുന്നുണ്ട്. സൺലൈറ്റ് കിട്ടിയാൽ അവിടെ ഫോട്ടോസിന്തസിസ് കറക്റ്റായിട്ട് നടക്കുള്ളൂ, എങ്കിലേ ചെടികൾ വളരത്തുള്ളൂ അല്ലേ. ഇനി പ്ലാന്റ്സ് മാത്രമല്ല, നമ്മളുടെ മനുഷ്യരുടെ കാര്യമാണെങ്കിൽ പോലും നമുക്ക് ഒരു ചെറിയ ചൂടൊക്കെ ആണെങ്കിലും സൂര്യനിൽ നിന്ന് കിട്ടണം. സൂര്യനിൽ നിന്ന് വൈറ്റമിൻ സി കിട്ടുന്നുണ്ട്. ഓൾസോ കുഞ്ഞു കുട്ടികളെയൊക്കെ രാവിലെ ചൂട് തട്ടിക്കുന്ന കണ്ടിട്ടില്ല, അത് വൈറ്റമിൻ കിട്ടാനായിട്ട്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള എനർജി സൂര്യപ്രകാശത്തിൽ നിന്ന് മാത്രം കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല, ഈ സൂര്യപ്രകാശം വെച്ച് നമുക്ക് ഇലക്ട്രിസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്? സോളാർ പ്ലാന്റ് വഴി. സോളാർ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. സോളാർ പാനൽസ് ലഭ്യമാണ്. സോളാർ പാനൽസ് നമുക്ക് വീട്ടിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ ഒരു ഇലക്ട്രിസിറ്റി നമ്മളുടെ ഹൗസ് ഹോൾഡ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനും പറ്റും. സോ അതത്രയേ ഉള്ളൂ. പിന്നെയുള്ളത് നാലാമത് നമുക്ക് പഠിക്കാനുള്ള സോഴ്സ് ഓഫ് എനർജി ഫ്യൂവൽ സെൽസ് ആണ്. ഈസ് ആൻ ഇലക്ട്രോകെമിക്കൽ സെൽ വിച്ച് ചേഞ്ചസ് chemical energy of a fuel of an oxidizing agent into electricity without any combustion. കത്തിക്കാതെ ഇലക്ട്രോകെമിക്കൽ സെല്ല് യൂസ് ചെയ്ത് ഫ്യൂവൽ, കെമിക്കൽ എനർജി ഓഫ് എ ഫ്യൂവൽ, ആ ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലിന്റെ ഫ്യൂവൽ, ആ ഒരു എനർജി യൂസ് ചെയ്ത് ഇലക്ട്രിസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ഫ്യൂവൽ സെൽസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്യൂവൽ എനർജി എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോകെമിക്കൽ സെല്ല് യൂസ് ചെയ്ത് ഇലക്ട്രിസിറ്റി കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് അത് പറയുന്നത് കേട്ടോ, കമ്പഷൻ ഇല്ലാതെ. അടുത്തുള്ളത് വേവ് ആൻഡ് ടൈഡൽ എനർജിയാണ്. എന്താണ് ടൈഡൽ എനർജി? നമ്മൾ ഈ ടൈഡൽ എന്ന് പറയുമ്പോൾ ഈ കടൽ തിര യൂസ് ചെയ്ത് എനർജി ഉണ്ടാക്കുന്നതിനെയാണ് വേവ് ആൻഡ് ടൈഡൽ എനർജി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ തീരത്തൊക്കെ പോയി നിൽക്കുമ്പോൾ ഇങ്ങനെ തിര ഇങ്ങനെ അടിച്ചടിച്ച് വരും അല്ലേ. അപ്പൊ അത് ഭയങ്കര
ഫോഴ്സാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മളിപ്പോൾ അവിടെ ചെന്ന് ചുമ്മാ നിന്നാലും നല്ലൊരു തിരമാല വന്നാൽ നമ്മൾ എടുത്തോണ്ട് പോകും. അത്രയ്ക്കും പവർ ഉണ്ട് അതിന്. അപ്പൊ ആ പവർ യൂസ് ചെയ്ത് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ചാല് ഈ ഒരു തിരയടിക്കുന്ന സ്ഥലത്ത് ആ ഒരു നാരോ, ഇപ്പൊ നമ്മൾ കാണുന്ന സ്ഥലമല്ല, ഇതിന്റെ സൈഡ് പോർഷൻ ഉണ്ടല്ലോ, അധികം ആളുകൾ ചെല്ലാത്ത അവിടെ വൻകിട സ്ഥാപനങ്ങൾ ഉണ്ടാവും, ഫാക്ടറികൾ ഉണ്ടാവും. അവർ ഈ തിര വരുന്ന സ്ഥലത്ത് അവരുടെ മെഷീൻ കൊണ്ടിറക്കി വെച്ചിരിക്കും. അപ്പൊ ഈ മെഷീനിലോട്ട് ഈ തിര വന്നടിക്കും. തിര അടിക്കുന്ന അനുസരിച്ച് ഇതിങ്ങനെ റൊട്ടേറ്റ് ആവുമല്ലോ, റൊട്ടേറ്റ് ആവുന്ന അനുസരിച്ച് അവിടെ ഇലക്ട്രിസിറ്റി ഫോം ആവും. ഓക്കെ, അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു തിര യൂസ് ചെയ്ത് അവിടെ പുതിയൊരു എനർജി ഉണ്ടാവുകയാണ്. അതിനെയാണ് വേവ് ആൻഡ് ടൈഡൽ എനർജി എന്ന് പറയുന്നത്. നത്തിങ് മോർ. ഓക്കെ, അടുത്തുള്ള സോഴ്സ് ഓഫ് എനർജിയാണ് കോജനറേഷൻ. കോജനറേഷൻ പ്രൊഡ്യൂസസ് ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ് അറ്റ് ദ സെയിം ടൈം ഓഫ് ഫ്രം ഫ്യൂവൽ. ഫ്യൂവലിൽ നിന്ന് ഹീറ്റും ഇലക്ട്രിസിറ്റിയും ഒരേ സമയം ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് കോജനറേഷൻ എന്ന് പറയുന്നത്. അവിടെയും കൂടുതലൊന്നും പറയാനില്ല. അടുത്തുള്ളത് വിൻഡ് എനർജി. വിൻഡ് എനർജി എന്താണ്? വിൻഡ് മിൽസ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ വിൻഡ് ടർബൈൻസ് വഴിയോ ഇലക്ട്രിസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് വിൻഡ് എനർജി എന്ന് പറയുന്നത്. വിൻഡ് മിൽസ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. നമ്മൾ ഈ തമിഴ്നാട് അല്ലെങ്കിൽ ഇടുക്കിയിലൊക്കെ ആണെങ്കിൽ വലിയ മലനിരകളുടെ മണ്ടയിൽ കാണും. ഇങ്ങനെ കാറ്റ് ശക്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കാറ്റാടി പാടങ്ങൾ കാണാൻ പറ്റും. ഇടുക്കിയിൽ കാറ്റാടി പാടമുണ്ട് കേട്ടോ, മലകളുടെ മുകളിൽ. സോ അവിടെയൊക്കെ അതിങ്ങനെ എപ്പോഴും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഈ കാറ്റാടി പാടത്തെ കാറ്റാടി. ആ കറങ്ങുന്ന അനുസരിച്ച് അവിടെ ഇലക്ട്രിസിറ്റി ഫോം ആവും. അതൊരു ഫ്രീ സോഴ്സ് ഓഫ് എനർജിയാണ്. കാരണം കാറ്റടിക്കുന്നതിലൂടെ ആ കാറ്റാടി കറങ്ങുന്നതിലൂടെ എനർജി ക്രിയേറ്റ് ആവുന്നു അല്ലേ. ഓക്കെ, അതിനെയാണ് വിൻഡ് എനർജി എന്ന് പറയുന്നത്. അടുത്തുള്ളത് ബയോഗ്യാസ്. ബയോഗ്യാസ് എല്ലാവർക്കും അറിയാമല്ലോ, പലരുടെയും വീട്ടിലുള്ളതാണ്. നമ്മൾ LPGക്ക് പകരം ഇപ്പോഴും പലരും ഈ ഗ്യാസിന് പകരം സ്റ്റൗ കത്തിക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ബയോഗ്യാസ്. അതായത് വീട്ടിൽ വരുന്ന വേസ്റ്റസ്, അതിപ്പോൾ വെജിറ്റബിൾ വേസ്റ്റ് അല്ലെങ്കിൽ കൗഡങ് അങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം കൂടെ ഇട്ട് വേസ്റ്റ് ഇടും. പെട്ടിക്കകത്ത് അടച്ച് ബയോഗ്യാസ് പ്ലാന്റിനകത്ത് ഇടും. ഇട്ടിട്ട് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഗ്യാസായി മാറും. അത് നമുക്ക് ഈ നോർമൽ LPGക്ക് പകരം തീ കത്തിക്കാനായിട്ട് എടുക്കാം. ഇതാണ് ബയോഗ്യാസ്. അത് ഫെമിലിയർ ആയിരിക്കുമല്ലോ. ബയോഗ്യാസ്, വിൻഡ് എനർജി അല്ലെങ്കിൽ സോളാർ എനർജി, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. സോ അത്രയേ ഉള്ളൂ നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. സോ ഇവിടെ നിങ്ങൾ ഇതിന്റെ പോയിന്റ്സുകൾ പഠിച്ചു വെക്കുക കേട്ടോ. പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ തരത്തിൽ ഇതിൽ തന്നിട്ടുള്ളതിൽ ഏതാണ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എന്ന് മേ ബി ചോദ്യം ചോദിക്കാം. അപ്പോൾ കുറച്ച് നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജിയുടെ പോയിന്റ്സ് പഠിക്കുക. ഏതൊക്കെയാണ് സോഴ്സസ് ഓഫ് എനർജി? ബയോമാസ് എനർജി, ഫ്യൂവൽ സെല്ല്, വേവ് ആൻഡ് ടൈഡൽ എനർജി, സോളാർ എനർജി, ബയോമാസ്, ബയോഗ്യാസ്, വിൻഡ് എനർജി. ഇതെല്ലാം ഓരോ തരത്തിലുള്ള നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയാണ്. അപ്പൊ ഇതിനെല്ലാം ഉള്ള കോമൺ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതൊക്കെ നാച്ചുറലിൽ നിന്നാണ് ഉണ്ടാവുന്നത്. നമ്മളൊന്നും കെമിക്കലായിട്ട് ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. സോളാർ എനർജി എന്ന് പറഞ്ഞാൽ സണ്ണിൽ നിന്നാണ്, അത് നാച്ചുറൽ ആണ് അല്ലേ. അവിടെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ ആ ഒരു സോളാർ പാനൽ വെച്ച് കൊടുത്താൽ മതി. ഇനി വേവ് എനർജി, അത് തിരമാലയിൽ നിന്നാണ് വരുന്നത്. പിന്നെയുള്ള എന്താണ്? വിൻഡ് എനർജി, അതാണെങ്കിൽ കാറ്റിൽ നിന്നാണ് വരുന്നത്. ഇതെല്ലാം ഡയറക്റ്റ്ലി നമുക്ക് നാച്ചുറലിൽ നിന്ന് കിട്ടുകയാണ്, വേറെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയിൽ വരുന്നത്. നമുക്ക് ഇനി കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി നോക്കാം. നമ്മൾ ഇത്രയും നേരം നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി പഠിച്ചു, ഇനി കൺവെൻഷണൽ നോക്കാം. കൺവെൻഷണൽ എന്ന് പറയുമ്പോൾ ഇത്തിരി കെമിക്കൽ ചെയ്തൊക്കെ വരുന്ന എനർജികളാണ് കേട്ടോ അതിൽ വരുന്നത്. സോ ഇവിടെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, പവർ ഡിമാൻഡ്സ് ഓഫ് ഇൻക്രീസിംഗ് പോപ്പുലേഷൻ, ഇൻഡസ്ട്രിയേഷൻ, അഗ്രികൾച്ചർ ആർ നോട്ട് ബീങ് ഫുള്ളി മെറ്റ് ബൈ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ലൈക്ക് ഗ്യാസ്, കോള്. ഓക്കെ, അത് പറഞ്ഞിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. ആളുകൾക്ക് ഉപയോഗിക്കാൻ പാകത്തിനുള്ള എനർജി നമ്മളുടെ നാട്ടിലില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ എനർജിക്ക് വേണ്ടി നെട്ടോട്ടം ചെയ്യുകയാണ്. അതുമാത്രമല്ല വേറൊരു കാര്യമുണ്ട്, നമ്മളുടെ നാട്ടിൽ പോപ്പുലേഷൻ കൂടുതലാണ്. പോപ്പുലേഷൻ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത്തക്ക എനർജി ഇല്ല. നമ്മൾ പറഞ്ഞു വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് പവർ കട്ട് വരും. അതിന് കാരണം എന്താണ്? എനർജിയുടെ ലഭ്യത കുറവ് കാരണമാണ് പവർ കട്ട് വരുന്നത്. അപ്പൊ ചിലർ എന്ത് ചെയ്യും, ഇത് മറികടക്കാനായിട്ട് ബാറ്ററി മേടിച്ച് വെച്ചിരിക്കും. അതായത് കറണ്ട് പോകുമ്പോൾ കണക്ട് ചെയ്യാനായിട്ട് ബാറ്ററി കിട്ടും. ഈ ബാറ്ററിയിൽ കറണ്ട് ഉള്ള സമയത്ത് ഇലക്ട്രിസിറ്റി വെച്ച് ചാർജ് ചെയ്ത് വെക്കും. എന്നിട്ട് കറണ്ട് പോകുമ്പോൾ ഇവരെടുത്തതും കുത്തും. അപ്പൊ അവർക്ക് കറണ്ട് അതിൽ നിന്ന് കിട്ടും.
ഓക്കെ. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ബാറ്ററി പുറത്തിറക്കുന്നുണ്ടെങ്കിലും അടുത്ത എനർജി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് ആളുകൾ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ അവർക്ക് ഈ ബാറ്ററി അവിടെ മേടിക്കുന്ന സമയത്ത് വേണമെങ്കിൽ സോളാർ എനർജി യൂസ് ചെയ്യാമായിരുന്നു. ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. സോളാർ എനർജിയോ അല്ലെങ്കിൽ നാച്ചുറലി പല വിധത്തിലും എനർജി ക്രിയേറ്റ് ചെയ്ത് യൂസ് ആവാമായിരുന്നു. പക്ഷെ ആളുകളെല്ലാവരും ഇപ്പോൾ എളുപ്പത്തിന് ബാറ്ററി മേടിച്ചിട്ട് കറണ്ട് ഇല്ലാത്ത സമയത്ത് ബാറ്ററി എടുത്ത് കുത്തി കറണ്ട് യൂസ് ചെയ്യും. സോ ഇതൊക്കെ ജസ്റ്റ് അവയർനെസ്സിന് കൊടുത്തിട്ടുള്ള ടോപ്പിക്കുകളാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൽ 2-3 ക്വസ്റ്റ്യൻസ് മാത്രമേ എക്സാമിന് വരുന്നത് കിട്ടിയിട്ടുള്ളൂ. നമുക്കിനി നോക്കാം അടുത്തിനി ഏതാണ്. സോ നമ്മൾ പറഞ്ഞു നോൺ കൺവെൻഷണൽ നമ്മൾ പഠിച്ചു. ഇനി കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഓയിലാണ് കേട്ടോ. Oil. A large part of our energy needs are met by oil, and our oil consumption has increased from 1.9 million per day. സോ ഓയിൽ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഓയിൽ നമ്മളുടെ ഭൂമിയിൽ അവൈലബിൾ ആണ്. ഭൂമിയിൽ നിന്നും ഫോസിൽ ഫ്യൂവലിൽ നിന്നും ഓയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയാണ്. സോ ഈ ഓയിൽ യൂസ് ചെയ്ത് നമുക്ക് ഒരു പരിധി വരെ എനർജി ഉപയോഗം കുറയ്ക്കാമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യ ഈസ് ഫാസ്റ്റ് ഗ്രോയിങ് ആസ് എ ലാർജ് ഗ്ലോബൽ മാർക്കറ്റ് ഫോർ പെട്രോളിയം പ്രൊഡക്ട്സ്. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ നല്ല രീതിയിൽ പെട്രോളിയം പ്രൊഡക്ട്സിന്റെ കാര്യത്തിൽ വളർന്നു കയറുകയാണ്. എവിടെ നിന്ന് അങ്ങോട്ടും എക്സ്പോർട്ട് ഉണ്ട്, ഇങ്ങോട്ട് ഇമ്പോർട്ടും ഉണ്ട് പെട്രോളിയം പ്രോഡക്ട്സിൽ. പെട്രോളിയം പ്രോഡക്ട്സ് എന്ന് ഈ ഓയിലെല്ലാം പെട്രോളിയം പ്രോഡക്ട്സിനെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഈ വണ്ടിയിൽ കൊണ്ടുപോകുന്ന കണ്ടിട്ടില്ലേ, ഖനനം ചെയ്തിട്ട് പെട്രോളിയം ഒക്കെ നമുക്ക് ഭൂമിയുടെ അടിയിൽ നിന്ന് കിട്ടും. അത് ജസ്റ്റ് കുറച്ച് കെമിക്കൽ ഫങ്ഷൻസ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ പെട്രോൾ, ഡീസൽ, ഇങ്ങനെയുള്ള ഓയിൽ പലതരത്തിൽ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അതിനെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെയാണ് എനർജി ആവുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പെട്രോള് ഒഴിച്ചിട്ടാണല്ലോ വണ്ടി ഓടിക്കുന്നത്. അതവിടെ ഒരു എനർജി സംഭവിക്കുകയാണ്. വണ്ടിയുടെ എനർജി വരുന്നത് പെട്രോളാണ്. ഓക്കെ, അതാണ് സംഭവം. അടുത്തുള്ളത് നാച്ചുറൽ ഗ്യാസ് ആണ്. നാച്ചുറലിൽ നിന്ന് കിട്ടുന്ന ഗ്യാസ് യൂസ് ചെയ്ത് എനർജി ഉണ്ടാക്കുന്നതിനെയാണ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ കോൾ ഓർ ഫോസിൽ ഫ്യൂവൽ. ഫോസിൽ ഫ്യൂവലിൽ നിന്നുള്ള കോൾ എന്ന് പറയുമ്പോൾ കൽക്കരി. ഓക്കെ, കൽക്കരി വച്ച് എനർജി ഉണ്ടാക്കാൻ പറ്റും. കൽക്കരി യൂസ് ചെയ്ത് ഇലക്ട്രിസിറ്റി നീഡ്സ് ഒരു പരിധി വരെ കുറയ്ക്കാമെന്ന് പറയുന്നുണ്ട്. അതായത് ഇലക്ട്രിസിറ്റിക്ക് പകരം കരി കൊണ്ടുള്ള എനർജി ഉണ്ടാക്കാൻ പറ്റും. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. വേൾഡിലെ കൽക്കരി ഖനനത്തിൽ അല്ലെങ്കിൽ കൽക്കരി കൊണ്ടുള്ള എനർജി ഉണ്ടാക്കുന്നതിൽ ഇന്ത്യ 8% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? ഇന്ത്യ എത്ര ശതമാനം കൽക്കരി അല്ലെങ്കിൽ കോൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ 8% വേൾഡിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് സോഴ്സ് ഓഫ് എനർജി ഹൈഡ്രോ പവർ ആണ്. ഹൈഡ്രോ പവർ എന്ന് ഹൈഡ്രോ കേട്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ, വെള്ളമാണ്. അപ്പൊ ജലവൈദ്യുതിനെയാണ് ഹൈഡ്രോ പവർ എന്ന് പറയുന്നത്. ജലവൈദ്യുതി എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈസ് ദ കൺവേർഷൻ ഓഫ് എനർജി ഫ്രം ഫ്ലോയിങ് വാട്ടർ ഇൻറ്റു ഇലക്ട്രിസിറ്റി. ചലിക്കുന്ന വെള്ളത്തിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതിനെയാണ് ഹൈഡ്രോ പവർ എന്ന് പറയുന്നത്. അതായത് ഈ ചലിക്കുന്ന വാട്ടർ ഈ ചില ഡാമിൽ നിന്നൊക്കെ വെള്ളം ഒഴുക്കി ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കും. ഒരു സൈഡിൽ ഈ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന സ്ഥലത്തൂടെ വെള്ളം ഒഴുക്കി വിടും. അപ്പോൾ ഈ വെള്ളത്തിന് നല്ല പവറാണ്. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ അത് ക്വാണ്ടിറ്റി കുറവാണ്. പക്ഷെ ഒരു സമുദ്രത്തിൽ അത്രയും വെള്ളം വന്നാൽ ആ ഒരു ലോകം നശിക്കാൻ അത് മതി. ഈ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണ് വെള്ളമാണെന്നാണ് പറയുന്നത്. നമുക്ക് വെള്ളം ഇത്തിരി കണ്ടാലും മേ ബി പുച്ഛമായിരിക്കും. പക്ഷെ ഒരു പ്രളയം വന്ന സമയത്ത് വെള്ളമാണ് ഒരുപാട് പേരെ കൊന്നത് അല്ലേ. വെള്ളമാണ് പ്രളയത്തിലൂടെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ അത് അത്രത്തോളം പവർഫുൾ ആണ്. സോ ആ ഒരു ഫ്ലോയിങ് വാട്ടർ യൂസ് ചെയ്ത്, ഫ്ലോയിങ് വാട്ടർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വേവ് ടൈഡൽ എനർജി, അതായത് തിരമാലയിൽ അവിടെ എന്തെങ്കിലും റൊട്ടേറ്റ് ചെയ്യുന്ന അതുകൊണ്ട് വെച്ചിട്ട് കറങ്ങുന്ന അനുസരിച്ച് ഇലക്ട്രിസിറ്റി ക്രിയേറ്റ് ആവുന്നത് പോലെ ഈ വെള്ളം, നല്ല ഒഴുക്ക് വെള്ളത്തിന്റെ അവിടെ ഇലക്ട്രിസിറ്റി ക്രിയേറ്റ് ചെയ്യേണ്ട ആ ഒരു പ്രോഡക്റ്റ് എക്യുപ്മെന്റ് കൊണ്ടുവച്ച് ഇത് റൊട്ടേറ്റ് ആവുന്ന അനുസരിച്ച് അവിടെ ഇലക്ട്രിസിറ്റി ക്രിയേറ്റ് ആവും. അതായത് നമ്മൾ പറഞ്ഞു ഇടുക്കിയിൽ ഡാമിൽ നിന്നൊക്കെ വെള്ളം ഇലക്ട്രിസിറ്റി ക്രിയേറ്റ് ആവത്തില്ലേ, അത് ഇതാണ് കേട്ടോ, ഹൈഡ്രോ പവർ ആണ്. വെള്ളത്തിൽ നിന്നാണ് അത് എനർജി അവിടെ ക്രിയേറ്റ് ആവുന്നത്. സോ അടുത്തുള്ളത് അറ്റോമിക് എനർജിയാണ്. അറ്റോമിക് എനർജി എന്ന് പറയുമ്പോൾ ആറ്റംസിൽ നിന്ന് എനർജി, ഇലക്ട്രിസിറ്റി ഒക്കെ അല്ലെങ്കിൽ ഹീറ്റ് ഒക്കെ ക്രിയേറ്റ് ആവുന്നതിനെയാണ് അറ്റോമിക് എനർജി എന്ന് പറയുന്നത്. അതിന് ഏറ്റവും ഉദാഹരണമാണ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. ന്യൂക്ലിയർ റിയാക്ടർ യൂസ് ചെയ്ത് നമുക്ക് ഹീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
പലതരത്തിൽ നമുക്ക് എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ഇപ്പോൾ ഒരു രണ്ട് കല്ലെടുത്ത് ഉരച്ചാലും അവിടെ ഹീറ്റ് ആവും, ഹീറ്റ് വന്നിട്ട് അവിടെ തീ കത്തും, അതും ഒരു എനർജി ക്രിയേഷൻ ആണ്. ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള എനർജീസ് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ഇത്രയും കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ നമ്മൾ 1-2 1 വേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞു. വേറെ ഒന്ന് ഞാൻ പറയാത്തത്, ഏറ്റവും ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് എനർജി, ഇറ്റ് ഈസ് എ റിനോവബിൾ ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് എനർജി ഏതാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രോ പവർ ആണ് കേട്ടോ. അതായത് പൈസ കൊടുക്കണം, പക്ഷെ ഉള്ളതിൽ ഏറ്റവും വില കുറച്ച് നമുക്ക് കിട്ടുന്നത് ഹൈഡ്രോ പവർ ആണ്. കാരണം എല്ലാ കറണ്ടും അല്ല, ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡാമിൽ നിന്നൊക്കെ ഇലക്ട്രിസിറ്റി ക്രിയേറ്റ് ആകത്തില്ലേ, അത് കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറവാണ് ഈ അറ്റോമിക് എനർജിയൊക്കെ വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, അതത്രേ ഉള്ളൂ. നമുക്ക് ഇനി പഠിക്കാനുള്ളത് എനർജി ഡിമാൻഡ് ഡ്യൂ ടു പോപ്പുലേഷൻ ഗ്രോൺ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. എന്താണ്, പോപ്പുലേഷൻ കൂടുന്നുണ്ട്, പക്ഷെ പോപ്പുലേഷന് വേണ്ട അത്ര എനർജി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതിനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ. ദ പോപ്പുലേഷൻ ഡെവലപ്പിംഗ് കൺട്രീസ് ഈസ് എക്സ്പെക്ടഡ് ടു ബി 8 million by 2015 ഫ്രം 4 billion അറ്റ് പ്രസന്റ്. എനർജി ഡിമാൻഡ് വേഴ്സസ് പോപ്പുലേഷൻ ഗ്രോത്ത്. ഇനി പോപ്പുലേഷൻ കൂടുന്നതും പക്ഷെ അതിനത്ര പോപ്പുലേഷൻ ഉപയോഗിക്കാൻ ഇല്ലാത്ത അത്ര എനർജീനെ കുറിച്ചാണ് അടുത്ത ടോപ്പിക്കിൽ പറയുന്നത്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ എഗെയിൻ പറഞ്ഞ കാര്യം തന്നെ പറയുകയാണ്. അതായത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ പോപ്പുലേഷന്റെ എണ്ണം വളരെ രീതിയിൽ കൂടുകയാണ്, ക്രമാതീതമായിട്ട് ഉയരുകയാണ് പോപ്പുലേഷൻ. ഒരു ദിവസം തന്നെ ഒരുപാട് കുട്ടികളാണ് ഇന്ത്യയിൽ ജനിച്ച് വീഴുന്നത്, അല്ല ഒരുപാട് പേര് വളരുന്നുണ്ട്. പക്ഷെ ഇവർക്ക് എല്ലാവർക്കും യൂസ് ചെയ്യേണ്ട എനർജി നമ്മളുടെ ഇന്ത്യയിലില്ല, നമ്മളുടെ കൺട്രിയിലില്ല. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ പോലും ഇല്ല. എവിടെ സ്റ്റേറ്റ് വൈസ് എടുത്താലും കൺട്രി വൈസ് എടുത്താലും എവിടെ എടുത്താലും പോപ്പുലേഷന് വേണ്ട എനർജി കിട്ടുന്നില്ല. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുന്നു, നാച്ചുറൽ റിസോഴ്സസിനെ ആൾക്കാർ ഡയറക്റ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ തീ കത്തിക്കണം. ഓക്കെ, ഇപ്പൊ നമുക്കൊരു നോർമൽ അടുപ്പാണുള്ളത്, ഗ്യാസ് ഒന്നുമില്ല വീട്ടിൽ, കറണ്ട് അടുപ്പുമില്ല, ഏതാണ് ഇൻഡക്ഷൻ കുക്കറും ഇല്ല. സോ എനിക്ക് തീ കത്തിക്കണമെങ്കിൽ ആളുകൾ എന്താണ് ചെയ്യുന്നത്, ഈ ഗ്രാമപ്രദേശങ്ങളിലെ സാധാരണ ആൾക്കാർ വിറക് വെട്ടി വെച്ചിരിക്കും, അത് വെച്ച് തീ കത്തിക്കും അല്ലേ. നമ്മൾ ആ വിറക് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്, ഈ സാധാ മരങ്ങളെ വെട്ടി അതിൽ നിന്ന് കിട്ടുന്ന ചില്ലകൾ വെച്ചാണ് വിറകാക്കി നമ്മൾ തീ കത്തിക്കുന്നത്. പക്ഷെ അതിന് പകരം നമുക്ക് വേറെ എന്തെങ്കിലും എനർജി സോഴ്സ് ഉണ്ടായിരുന്നെങ്കിലോ, ഈ വിറകിന് പകരം നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നമുക്ക് മരങ്ങളും മുറിക്കണ്ട, പക്ഷെ നമ്മളുടെ ആവശ്യവും നടക്കും. അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ കണ്ടുപിടിച്ച് കൊണ്ടുവരണമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിന് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ് ബയോഗ്യാസ് അല്ലെങ്കിൽ ബയോഫ്യൂവൽ. അതായത് നമ്മളുടെ വീട്ടില് എങ്ങനെ പോയാലും ഈ ഫുഡ് വേസ്റ്റ്, നമ്മൾ കഴിക്കുന്ന ഫുഡ് വേസ്റ്റ് ഉണ്ടാവും. ഈ ഫുഡ് വേസ്റ്റ്, പിന്നെ ഈ കൗഡങ്ങ്, പശുവൊക്കെ ഉണ്ടെങ്കിൽ കൗഡങ്ങ് കിട്ടും. ഈ വേസ്റ്റ് എല്ലാം കൂടെ ഈ ബയോഗ്യാസ് പ്ലാന്റിലിട്ടാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കത് ബയോഫ്യൂവലായിട്ട് കിട്ടും. അതെടുത്ത് വെച്ച് നമുക്ക് തീ കത്തിക്കാം. അതാകുമ്പോൾ മരവും വെട്ടണ്ട, തീ കത്തിക്കാനുള്ള ഗ്യാസും കിട്ടും. സോ അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. സോ ഇതിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ തന്നിട്ടുള്ള ടോപ്പിക് എന്താണ്, നിങ്ങൾ നാച്ചുറലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറയ്ക്കണം, നാച്ചുറലിലുള്ള സംഭവങ്ങളെല്ലാം എടുക്കുന്നത് കുറയ്ക്കണം. എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ തന്നെ എനർജി ക്രിയേറ്റ് ചെയ്യണം, നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ. അപ്പൊ സാധാരണപ്പെട്ട ആൾക്കാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് സോളാർ പ്ലാന്റ് വഴിയും പിന്നെ ഈ ബയോ ഗ്യാസ് വഴിയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് പോയിരുന്ന് ഈ ഹൈഡ്രോ പവർ ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. ഡാമിൽ പോയിരുന്ന് വെള്ളം അടിച്ചിട്ട് വെള്ളം അങ്ങനെ കറങ്ങുന്നത് യൂസ് ചെയ്ത് നമുക്ക് വേവ് എനർജി അല്ലെങ്കിൽ ഹൈഡ്രോ പവർ യൂസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ തിരമാലയുടെ അടുത്ത് പോയിരുന്ന് തിര കൊണ്ടുള്ള പവർ ഉണ്ടാക്കാൻ പറ്റില്ല. സാധാരണ നമുക്കൊരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നത്, അവരുടെ വീട്ടിൽ എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ബയോഗ്യാസ് വഴിയും സോളാർ പ്ലാന്റ് ഒക്കെ വഴിയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ അവിടെ പറയുന്നത്. ആ ഒരു ടോപ്പിക്കിൽ വേറെ ഒന്നുമില്ല കേട്ടോ, നമുക്ക് അഡീഷണലി പഠിക്കാനില്ല. പിന്നെ പറയുന്നത് ഫ്യൂച്ചർ എനർജി നീഡ്സ് ആൻഡ് കൺസർവേഷൻ. നമ്മളിപ്പോൾ എല്ലാ എനർജിയും എടുത്ത് ഉപയോഗിച്ച് അങ്ങ് തീക്കുകയാണ്, പക്ഷെ നമുക്ക് ശേഷമുള്ള ജനറേഷനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. നമ്മളിത് പല മുമ്പുള്ള യൂണിറ്റിലും പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ നാച്ചുറൽ റിസോഴ്സസിനെ അമിതമായിട്ട് ദുരുപയോഗം ചെയ്യുകയാണ്. നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ അതിൽ വെള്ളമാകാം,
അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ആവാം, മരങ്ങളാവാം, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ. പക്ഷെ അത് നമ്മൾ അമിതമായിട്ട് ദുരുപയോഗം ചെയ്യുകയാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മൾ മാത്രമല്ല ഈ ഭൂമിയിലുള്ളത്, വേറെയും ഓർഗാനിസംസ് ഉണ്ട്. അവർക്കും ഈ ഒരു നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിക്കാൻ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഇനിയും അടുത്ത തലമുറകൾ ഭൂമിയിൽ വരാനുണ്ട്. ഇതൊന്നും ആൾക്കാർ ചിന്തിക്കുന്നില്ല. എല്ലാം ഉപയോഗിച്ച് അങ്ങ് തീർക്കുകയാണല്ലോ ഉള്ള കാലത്ത്. സോ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എനർജി കൺസർവ് ചെയ്യണമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എനർജി കൺസർവ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വീട്ടിലൊരു ബയോഗ്യാസ് വയ്ക്കാം. എന്നിട്ട് ഈ സിലിണ്ടറൊക്കെ കുറച്ചിട്ട് ബയോഫ്യൂവൽ വെച്ച് തീ കത്തിക്കാം. പിന്നെ വിറകടുപ്പ് അവോയ്ഡ് ചെയ്യുക. മരമൊക്കെ വെട്ടുന്നത് കുറച്ചിട്ട് വിറക് കത്തിക്കുന്നത് കുറയ്ക്കുക. അങ്ങനെ നാച്ചുറലിനെ യൂസ് ചെയ്യുന്നത് അങ്ങ് കുറയ്ക്കുക. നമ്മൾ തന്നെ എനർജി, നമുക്ക് വേണ്ട എനർജി നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ വീട്ടിൽ സോളാർ പാനലൊക്കെ സെറ്റ് ചെയ്തിട്ട് കറണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഇതുവഴിയൊക്കെ നമുക്ക് എനർജി കൺസർവ് ചെയ്യാൻ പറ്റും. ഓൾസോ എല്ലാവരും ഇപ്പോൾ ഒരു 10 പേര് ഈ മാറി ചിന്തിച്ചു തുടങ്ങിയാൽ എനർജി നമ്മൾ സ്വന്തം വേണ്ട എനർജി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഡെവലപ്മെന്റ് ഓഫ് നോൺ പൊള്യൂട്ടിങ് എനർജി സിസ്റ്റംസ് ഇൻ ഇന്ത്യ. സോ അവിടെ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഇംപ്രൂവ്ഡ് ചുള്ള. സയന്റിസ്റ്റ് ഹാവ് ഡിവൈസ്ഡ് സ്മോക്ക്ലെസ് സ്റ്റൗസ് കാറ്ററിംഗ് ടു അവർ റൂറൽ കണ്ടീഷൻ. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് എങ്ങനെയൊക്കെ എനർജിയുടെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും എന്നുള്ളതിൽ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിട്ടുള്ളത് ചുള്ളയുടെ ഉപയോഗം കൂട്ടുക, ഇംപ്രൂവ് ചെയ്യുക. ഇവിടെ പറഞ്ഞിട്ടുള്ള ചുള്ള എന്ന് വെച്ചാൽ പുകയെടുപ്പാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മളുടെ നാട്ടിലെ ചുള്ള എന്ന് പറയുന്നത് എൻ്റെ അറിവിലെന്ന് വെച്ചാൽ ഈ ചുടുകട്ട ഉണ്ടാക്കുമല്ലോ, ആ ഒരു പ്ലേസിനാണ് ചുള്ളാന്ന് എനിക്കറിയാവുന്നത് കേട്ടോ. പക്ഷെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് പുകയെടുപ്പാണ്. അപ്പൊ പുകയെടുപ്പിന്റെ ഉപയോഗം കൂട്ടുക. അപ്പൊ ഗ്യാസ് ഇപ്പൊ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഗ്യാസ് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ ഗ്യാസ് അവോയ്ഡ് ചെയ്തിട്ട് പുകയെടുപ്പ് വെച്ച് പാചകം ചെയ്യുക. അവരെവിടെ പറയുന്നതിന് റീസൺ എന്താന്ന് വെച്ചാൽ പുകയെടുപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ച് തടി മതി കത്തിക്കാൻ. അത് മാത്രമല്ല അതിന്റെ ആ ഒരു സ്പേസ് കുറവാണ് ഈ പുകയെടുപ്പിന്റെ സ്പേസ് കുറവായതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കുറച്ച് വിറക് വെച്ചാൽ അത് അവിടെ ഇരുന്ന് കത്തിക്കോളും. പിന്നെ പെട്ടെന്ന് ആ ഒരു തീ ഒരു കുറച്ച് സ്പേസിൽ നിന്ന് കത്തുന്നതുകൊണ്ട് നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വെക്കുമ്പോൾ പെട്ടെന്ന് ഫുഡ് റെഡിയായി നമുക്ക് കിട്ടും. നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. ഓൾസോ എനർജിയും അവിടെ സേവ് ചെയ്യാൻ പറ്റും, വുഡും സേവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് അടുപ്പ് കത്തിച്ച് തന്നെ ഭക്ഷണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുകയെടുപ്പ് ഉപയോഗിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ചെയ്യാം. പിന്നെ പറഞ്ഞിട്ടുള്ളത് സിറ്റി സേവേജ് പദ്ധതിയിലൂടെ എനർജി ക്രിയേറ്റ് ചെയ്യാം. അത് നമ്മളല്ല ചെയ്യേണ്ടത്, ഓരോ കോർപ്പറേഷനൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്. നമുക്ക് പോയിരുന്ന് ചെയ്യാൻ പറ്റില്ലല്ലോ. അതായത് ഈ സീവേജിൽ വേസ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ. സീവേജ് എന്ന് വെച്ചാൽ ഈ ഓട ഉണ്ടല്ലോ, സിറ്റിയിലൊക്കെ നിറച്ച് ഓട കാണും. ഈ ഓടയിൽ നിറച്ച് വേസ്റ്റ് ആയിരിക്കും. ഒന്നാമത് കൂടുതൽ ആളുകളാണ് കൊണ്ട് എറിയുന്നത് ഈ വേസ്റ്റ് അതിൽ. പിന്നെ ഈ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ വേസ്റ്റ് എല്ലാം ഈ സീവേജിലായിരിക്കും അടിഞ്ഞുകൂടുന്നത്. അപ്പൊ ഇതിൽ ഒരുപാട് തരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ടാവും. ഇതെല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് റീയൂസ് ചെയ്ത് അത് കത്തിച്ച് നമുക്ക് അതിൽ നിന്ന് എനർജി ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയുള്ള പലതരത്തിലുള്ള പദ്ധതികൾ ഇപ്പോഴും നിലവിലുണ്ട്. അത് യൂസ് ചെയ്ത് ഈ കോർപ്പറേഷനൊക്കെ സീവേജ് എനർജി ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ ഉള്ളത് സോളാർ എനർജി. അതായത് സോളാർ എനർജി എന്ന് പറയുമ്പോൾ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഫ്രീ എനർജിയാണ്. സണ്ണിൽ നിന്നുള്ള എനർജി, സൂര്യന്റെ ചൂട് യൂസ് ചെയ്തുള്ള എനർജി. സോ നമുക്ക് സോളാർ പാനലൊക്കെ വെച്ച് എനർജി ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് വിൻഡ് എനർജി. അതായത് കാറ്റാടിപ്പാടമൊക്കെ ഓരോ ജില്ലകളിലും കാറ്റുള്ള സ്ഥലങ്ങളിൽ വെച്ച് വിൻഡ് എനർജി ഉണ്ടാക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ, കുഞ്ഞൊരു യൂണിറ്റ് ആണ്. നമുക്ക് 5-6 ക്വസ്റ്റ്യൻസ് തന്നെ അല്ലേ നമ്മൾ പഠിച്ചത്. അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിലില്ല. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പലതരത്തിലുള്ള എനർജികൾ പഠിച്ചു. നാച്ചുറൽ ആയിട്ടുള്ള എനർജികളെ കുറിച്ചും പഠിച്ചു. പിന്നെ നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി പഠിച്ചു. കൺവെൻഷണൽ എനർജികളെ കുറിച്ച് പഠിച്ചു. എനർജി എങ്ങനെ നമുക്ക് കൺസർവ് ചെയ്യാം, അല്ലെങ്കിൽ എനർജിയുടെ ഉപയോഗം എങ്ങനെ കുറയ്ക്കാം, അങ്ങനെയുള്ള കുറച്ച് അവയർനെസ് ക്ലാസ്സുകൾ പഠിച്ചു. ഇതിൽ നിന്ന് നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 3-4 ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. 1 വേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. മാർക്ക് ദ കറക്റ്റ് ഓപ്ഷൻ.
എന്ന് വെച്ചിട്ട് സോളാർ എനർജി ഈസ് എ ഓപ്ഷൻ എ റിന്യൂവബിൾ നോൺ കൺവെൻഷണൽ എനർജി, നോൺ റിന്യൂവബിൾ കൺവെൻഷണൽ എനർജി, നോൺ റിന്യൂവബിൾ എനർജി, അങ്ങനെ ഒരു 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. സോളാർ എനർജി ഈസ് എ റിന്യൂവബിൾ നോൺ കൺവെൻഷണൽ എനർജി. അതായത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള എനർജിയാണ് സോളാർ എനർജി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്ലാന്റ് മാനുഫാക്ചർ ദെയർ ഫുഡ് ബൈ യൂസിങ് സോളാർ എനർജി. പ്ലാന്റ് എന്ത് എനർജി യൂസ് ചെയ്താണ് ഫുഡ് നിർമ്മിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഫോസിൽ ഫ്യൂവൽ എനർജി, രണ്ടാമത്തെ ഓപ്ഷൻ സോളാർ എനർജി, മൂന്നാമത്തെ എനർജി ഓർഗാനിക് ന്യൂട്രിയന്റ് എനർജി. പ്ലാന്റ് എങ്ങനെയാണ് ഫുഡ് ഉണ്ടാകുന്നത്? ഏത് എനർജി യൂസ് ചെയ്താണ്? ഫോസിൽ ഫ്യൂവൽ എനർജി യൂസ് ചെയ്താണോ? ന്യൂട്രിയന്റ് എനർജി യൂസ് ചെയ്താണോ? അല്ല, സോളാർ എനർജി, സൂര്യന്റെ ചൂട് ഏറ്റിട്ടാണ് ഫോട്ടോസിന്തസിസ് വഴിയാണ് എല്ലാ ചെടികളും ഫുഡ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അടുത്ത് യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ഈസ് ബോത്ത് ചീപ്പ് ആൻഡ് പൊല്യൂഷൻ ഫ്രീ. റീയൂസ് ചെയ്യാൻ പറ്റുന്ന നോൺ കൺവെൻഷണൽ എനർജി. നോൺ കൺവെൻഷണൽ എനർജി എന്ന് പറയുമ്പോൾ അതിൽ ഈ വാട്ടർ, ഹൈഡ്രോ പവർ വരും. അതായത് ഈ ഡാമിൽ നിന്നൊക്കെ വെള്ളം വച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്, സോളാർ എനർജി, ബയോഗ്യാസ്, ബയോഫ്യൂവൽ, ഇതെല്ലാം നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയാണ്. അതായത് നമുക്ക് തന്നെ മനസ്സ് വെച്ചാൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന എനർജികൾ. സോ ഇതെല്ലാം ചീപ്പാണ്, പൈസ കുറവുമാണ്, അത് മാത്രമല്ല സമയം ലാഭവുമാണ്, പൊല്യൂഷൻ ഫ്രീ ആണ്. സോളാർ എനർജി കൊണ്ട് എന്തെങ്കിലും പൊല്യൂഷൻ നമുക്ക് ഉണ്ടാവാറുണ്ടോ? സൂര്യൻ ചൂടടിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഇല്ല. അപ്പൊ അത് പൊല്യൂഷൻ ഫ്രീ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എനർജി വി ഗെറ്റ് ഫ്രം ഫോസിൽ ഫ്യൂവൽസ് ലൈക്ക് കോൾ ഈസ് ഇൻ റിയാലിറ്റി, ഏതാണ് ഉത്തരം? സൺസ് എനർജി. നമുക്ക് ഫോസിൽ ഫ്യൂവലിൽ നിന്ന് കിട്ടുന്ന എനർജി, കോൾ പോലുള്ള എനർജി യഥാർത്ഥത്തിൽ സണ്ണിന്റെ എനർജിയിൽ നിന്നുള്ളതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, fill in the plants with appropriate words. The carrying capacity of an ecosystem is defined as the maximum population size of a species that can area can support. Carrying capacity എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എർത്തിന്റെ ക്യാരിയിങ് കപ്പാസിറ്റി, അതായത് ഒരു സ്ഥലം എടുത്താൽ, എർത്തിലെ ഒരു ലൊക്കേഷൻ എടുത്താൽ ആ ഒരു ലൊക്കേഷനിലെ മാക്സിമം എന്തുമാത്രം ജീവജാലങ്ങൾക്ക് താമസിക്കാൻ പറ്റും, എത്രത്തോളം ജീവജാലങ്ങൾക്ക് അവിടെ താമസിക്കാൻ പറ്റും, അതിനെയാണ് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. The amount of energy consumed per person per year is a useful measure of standard of living. A socially sustainable carrying capacity must be based on level of consumption which meets basic human needs of food, water and space, as well as provided opportunity to enjoy socio-political right, health, education and well-being. നമ്മൾ പറഞ്ഞു ക്യാരിയിങ് കപ്പാസിറ്റി, ഒരു ലൊക്കേഷൻ എടുത്താൽ അവിടെ എത്ര മാക്സിമം എത്ര ആൾക്കാർക്ക് അല്ലെങ്കിൽ എത്ര ജീവജാലങ്ങൾക്ക് താമസിക്കാൻ പറ്റും, ആ ഒരു കൗണ്ടിനെയാണ് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്, എനർജി. സോ അത് എന്ത് അടിസ്ഥാനത്തിലാണ് അതിനെ ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്? ഇപ്പൊ ഞാൻ പറയാണ്, ഈ ഒരു റൂം ഞാൻ എടുക്കുകയാണ്, ഈ റൂമില് ഇപ്പൊ 10 പേർക്കായിരിക്കും മാക്സിമം നിൽക്കാൻ പറ്റുന്നത്. കാരണം എന്താണ്? 10ൽ കൂടുതൽ ആളായാൽ നമുക്ക് ആ ഒരു ബ്രീത്ത് ചെയ്യാനുള്ള അത് കൂടുതൽ വേണം, അല്ലെങ്കിൽ നമുക്ക് വേണ്ട കഴിക്കാനുള്ള ആഹാരം കൂടുതൽ വേണം, വെള്ളം കൂടുതൽ വേണം, അങ്ങനെ എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം ആവശ്യത്തിന്. അത് ലഭ്യത കുറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാരിയിങ് കപ്പാസിറ്റിയുടെ അപ്പുറമായി പോകും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഈ ഒരു 5-6 ക്വസ്റ്റ്യൻ മാത്രമേ ഈ ഒരു യൂണിറ്റിൽ നിന്ന് ആകെ നമ്മൾ ഇത്രയും പറഞ്ഞതിൽ പഠിക്കാനുള്ളൂ. അരമണിക്കൂർ പഠിച്ചപ്പോൾ 5 ക്വസ്റ്റ്യൻ കിട്ടി അല്ലേ? പക്ഷെ നമുക്ക് എക്സാമിന് ഇതാണ് ചോദിക്കുന്നത്, 50 ക്വസ്റ്റ്യൻ ചോദിക്കുമല്ലോ, ഇതിൽ നിന്ന് 2 3 ഒക്കെ വെച്ചങ്ങ് ചോദിക്കും. സോ വൺ വേർഡ് ലാസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ജസ്റ്റ് ക്ലാസ് കേട്ടിരുന്നാൽ മതി, അല്ലെങ്കിൽ ബോറടിക്കുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്താലും മതി. ഇത് നമുക്ക് അറിയാവുന്ന കണ്ടന്റ് ആയതുകൊണ്ട് മേ ബി കേൾക്കുമ്പോൾ ഒരു ബോറടി തോന്നിയേക്കാം. നമുക്ക് ഇംഗ്ലീഷ് മെയിൻ കഥകള് BGC 101 ഒക്കെ എടുത്താൽ കഥയായതുകൊണ്ട് നമുക്ക് അങ്ങ് കേട്ടിരിക്കാൻ തോന്നും. ഓൾസോ നമുക്ക് പഠിപ്പിക്കാനാണെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഇതിപ്പോ നമുക്ക് എല്ലാം അറിയാവുന്ന കാര്യമായുണ്ട്. ഓക്കെ, നമ്മൾ ഈ പഠിപ്പിക്കുന്ന കാര്യം വരത്തില്ലല്ലോ, ഈ വൺ വേർഡ് അല്ലാതെ തിയറി പോലും ഒന്നും ചോദിക്കത്തില്ല. അതാണ് ഒരു വിഷമം നമുക്ക്. ഓക്കെ, സോ നമുക്ക് അടുത്ത യൂണിറ്റുമായിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.